ഒരു ടാങ്കിൻ്റെ 4/7 ഭാഗം നിറയാൻ 12 മിനിറ്റ് സമയമെടുത്തു. ടാങ്ക് പൂർണ്ണമായും നിറയാൻ ഇനി എത്ര മിനിറ്റ് കൂടി വേണം? ഇവിടെ 4/7 ഭാഗം എന്ന് പറയുന്നുണ്ട്. അതായത് ആകെ 7 ഭാഗം, അതിൽ 4 ഭാഗം, ആകെ 7 ഭാഗം, അതിൽ 4 ഭാഗം നിറയാനാണ് ഇത്ര 12 മിനിറ്റ്. 4 ഭാഗം നിറയാൻ 12 മിനിറ്റ്. അപ്പോൾ ഒരു ഭാഗം നിറയാൻ 12/4 3 മിനിറ്റ്. ഇത് ഒരു ഭാഗം നിറയാൻ. ഇവിടെ 4/7 പറയുമ്പോൾ 7 ഭാഗത്തിൽ 4 ഭാഗം നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി അവശേഷിക്കുന്നത് എത്ര? 3 ഭാഗം. അപ്പോൾ ഇനിയുള്ള 3 ഭാഗം നിറയാൻ, ഒരു ഭാഗം നിറയാൻ 3 മിനിറ്റാണ്. അപ്പോൾ ഇനിയുള്ള 3 ഭാഗം നിറയാൻ 3 × 3 ഉത്തരം 9 മിനിറ്റ്. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ സമചതുരത്തിൻ്റെ വശത്തിന് തുല്യമായ വശങ്ങളുള്ള ഒരു സമഷഡ്ഭുജത്തിൻ്റെ ചുറ്റളവ് എത്ര? നമുക്ക് സമചതുരത്തിനെ കുറിച്ചാണ് പറയുന്നത്. സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ. ഏകദേശ ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട്. സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ വശം എ എന്നെടുത്താൽ 4 വശങ്ങളും തുല്യമാണ് സമചതുരത്തിൻ്റെ. നമുക്കതിൻ്റെ പരപ്പളവ് തന്നിട്ടുണ്ട്, അതായത് ഏരിയ തന്നിട്ടുണ്ട്. സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? 16 സമചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ, അതായത് സ്ക്വയറിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല A² ആണ്. വശം ഇൻറ്റു വശം. അത് നമുക്ക് 16. അപ്പോൾ A² 16 എ √16 എത്രയാണ്? 16 റൂട്ട് എത്രയാണ്? വർഗ്ഗമൂലം 4 സെൻറ്റിമീറ്റർ. നമുക്ക് എന്ത് കിട്ടി? സമചതുരത്തിൻ്റെ വശം കിട്ടി. ഇനി പറയുന്നത് സമഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ 6 വശമുള്ളത്. അതിൻ്റെ എന്താണ്? വശം തുല്യമാണ്. സമചതുരത്തിൻ്റെ വശം എന്താണോ അത് തന്നെയാണ്, തുല്യമായ വശമാണ് സമഷഡ്ഭുജത്തിൻ്റെ. അപ്പോൾ സമഷഡ്ഭുജത്തിൻ്റെ ഏകദേശ ചിത്രം വരച്ചിട്ടുണ്ട്. 6 വശങ്ങളാണ്. ഈ ഓരോ വശവും തുല്യമാണ്. ഈ വശം എത്രയാണ്? 4 സെൻറ്റിമീറ്ററാണ്. ഓരോ വശവും 4. എന്താണ് കാണേണ്ടത്? ഇതിൻ്റെ ചുറ്റളവ്. ഇതിൻ്റെ ചുറ്റളവ് പറഞ്ഞാൽ ഇതിനാകെ ചുറ്റും 6 വശങ്ങളുണ്ട്. ഓരോ വശവും തുല്യമാണ്. അപ്പോൾ ചുറ്റളവ് കാണാൻ, പെരിമീറ്റർ കാണാൻ 6A, അതായത് വശത്തിനെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. 6 × 4 ഉത്തരം 24 സെൻറ്റിമീറ്റർ. ഒരാൾ ഒരു മൊബൈൽ ഫോൺ 10% നഷ്ടത്തിൽ 9,000 രൂപയ്ക്ക് വിറ്റു. അയാൾക്ക് 10% ലാഭം കിട്ടണമെങ്കിൽ ആ ഫോൺ എത്ര രൂപയ്ക്ക് വിൽക്കണം? വാങ്ങിയ വില, ലാഭം, നഷ്ടം, വിറ്റ വില. അപ്പോൾ ആദ്യം നഷ്ടമാണ് സംഭവിക്കുന്നത്. നഷ്ടം 10%. എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 9,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 9,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 10% നഷ്ടമാണ്. ഇനിയോ 10% ലാഭം കിട്ടണം അയാൾക്ക്. അപ്പോൾ ലാഭം 10%. അപ്പോൾ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദ്യം. ഇവിടുത്തെ പ്രത്യേകത, വാങ്ങിയ വിലയ്ക്ക് മാറ്റമില്ല. വാങ്ങിയ വില സ്ഥിരമാണ്, മാറുന്നില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വിറ്റ വിലയാണ് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു കണക്ക് വന്നാൽ നമുക്കൊരു എളുപ്പ വഴിയിലൊരു സൂത്രവാക്യം ഉപയോഗിച്ച് കണക്ക് ചെയ്യാം. രണ്ടാമത്തെ വിറ്റ വില കാണാൻ സൂത്രവാക്യം ആദ്യ വിറ്റ വില ഇൻറ്റു 100/100 മൈനസ് നഷ്ടശതമാനം ഇൻറ്റു 100 പ്ലസ് ലാഭശതമാനം /100. ഇങ്ങനൊരു സൂത്രവാക്യം ഉപയോഗിച്ചാൽ മതി. ആദ്യ വിറ്റ വില എത്രയാണ്? 9,000 ഇൻറ്റു 100/100 കുറയ്ക്കണം നഷ്ടശതമാനം 10% ഇൻറ്റു 100 പ്ലസ് ലാഭശതമാനവും 10%. അപ്പോൾ 100 + 10 / 100. നമുക്ക് ഈ 100ഉം 100ഉം വെട്ടിക്കളയാം. ബാക്കി 9,000 ഇൻറ്റു 100ഉം 10ഉം കൂട്ടിയാൽ 110 / 100 10 കുറച്ചാൽ 90. നമുക്കിതിൽ ഓരോ പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞാൽ ബാക്കി 9 × 11 99, 3 0. അതായത് 99,000/9 ഹരിക്കുമ്പോൾ 99/9 11,999, പിന്നെ 3 0. അപ്പോൾ പുതിയ വിറ്റ വില, അതായത് 10% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? 11,000 രൂപയ്ക്ക് വിൽക്കണം. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ആദ്യത്തെ ജോഡി 25 37, അടുത്ത ജോഡിയിലത്തെ ആദ്യത്തെ സംഖ്യ 49, ഇവിടുത്തെ സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ജോഡി എടുക്കുക. ഇത് തമ്മിലുള്ള ബന്ധം പരിശോധിക്കാം. ഇപ്പോൾ 25ൻ്റെ കൂടെ 12 കൂട്ടിയാൽ 37 കിട്ടും. 25ഉം 12ഉം 37. പക്ഷേ 49നോടുകൂടി 12 കൂട്ടുമ്പോൾ 61 എന്ന് വരും. അത് നമ്മുടെ ഓപ്ഷൻസിലില്ല. അപ്പോൾ ആ ബന്ധം നമുക്ക് പറ്റില്ല. 12 കൂട്ടുക എന്ന ബന്ധം നമുക്ക് പറ്റില്ല. മറ്റൊരു ബന്ധം പരിശോധിക്കാം. 25 എന്നെടുത്തു, അതിൻ്റെ റൂട്ട് കാണുക. 25ൻ്റെ വർഗ്ഗമൂലം 5, അതിനോട് 1 കൂട്ടുക 6, അതിൻ്റെ സ്ക്വയർ കാണുക. 6ൻ്റെ സ്ക്വയർ 36, വീണ്ടും 1 കൂടി കൂട്ടുക 36 1 37. അങ്ങനെ നമുക്ക് 25 37 ആക്കാം. അതേ ബന്ധം 49 വെച്ച് ചെയ്യാം. നമുക്ക് 49ൻ്റെ റൂട്ട് 7, 7നോട് 1 കൂട്ടുക 8, 8ൻ്റെ സ്ക്വയർ കാണുക 64, വീണ്ടും 1 കൂട്ടുക 64 1 65. 65 ഇവിടെ ഓപ്ഷൻസിലുണ്ട്.
അപ്പോൾ ആ ബന്ധം ശരിയാണ്. ഉത്തരം 65. A/B സമം 1/3, B/C സമം 1/2, A സമം 2 ആയാൽ C എത്ര? നമുക്ക് ഇതിലത്തെ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക. A/B സമം 1/3. ഇതിൽ എയുടെ വില 2 എന്ന് തന്നിട്ടുണ്ട്. ആ വില ഇവിടെ കൊടുക്കുക. അപ്പോൾ A/B എന്നുള്ളത് 2/B എന്നാവും. സമം 1/3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. B × 1 സമം 2 × 3. B × 1 എന്ന് പറയുമ്പോൾ B സമം 2 × 3 6. നമുക്ക് ബിയുടെ വില കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക. B/C സമം 1/2. ഈ ഇക്വേഷനിൽ ഇപ്പം കിട്ടിയ ബിയുടെ വില കൊടുക്കുക. അപ്പോൾ B/C എന്നുള്ളത് B 6 ആണ്. 6/C സമം 1/2. വീണ്ടും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. C × 1 സമം 6 × 2. C × 1 പറഞ്ഞാൽ C സമം 6 × 2 12. ഉത്തരം സിയുടെ വില 12. 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിച്ച ഇലക്ഷനിൽ ഒരാൾ 55% വോട്ട് നേടി 400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ആകെ പോൾ ചെയ്ത വോട്ട് എത്ര? ആകെ 100%. അതിൽ ജയിച്ച ആൾക്ക് എത്രയാണ് കിട്ടിയത്? 55% കിട്ടി. അപ്പോൾ തോറ്റയാൾക്ക് 100ന്ന് 55 കുറച്ച 45%. അപ്പോൾ ആകെ 100%, വിജയിച്ച ആൾക്ക് 55%, പരാജയപ്പെട്ട ആൾക്ക് 45%. അപ്പോൾ ഇവർ തമ്മിൽ എത്ര ശതമാനം വ്യത്യാസമുണ്ട്? 10%. അതായത് അതാണ് ഭൂരിപക്ഷം. വിജയിച്ച ആൾക്ക് എത്ര ശതമാനം വോട്ട് കൂടുതൽ കിട്ടി? 10%. 10% വോട്ട് കിട്ടി. ഇനി വിജയിച്ച ആൾക്ക് എത്ര വോട്ട് കൂടുതൽ കിട്ടി? 400 വോട്ട്. 400 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ ശതമാനം 10%, ഭൂരിപക്ഷത്തിൻ്റെ എണ്ണം 400. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 10%ആണ് 400. ആകെ പോൾ ചെയ്ത വോട്ട് × 10/100 = 400. ഇതിന്ന് ആകെ പോൾ ചെയ്ത വോട്ട് കാണാൻ × 10/100 വലത്തോട്ട് എടുക്കുമ്പോൾ × 100/10 എന്നാവും. 400 × 100/10. 400 × 100/10 എന്ന് പറഞ്ഞാൽ 10 ആണ്. 400 × 10. ഉത്തരം 4000. 192ൻ്റെ 12.5% സമം എക്സിൻ്റെ 50% ആയാൽ എക്സിൻ്റെ വില എത്ര? 192ൻ്റെ 12.5%, അതായത് 192 × 12.5/100 സമം എക്സിൻ്റെ 50%, x × 50/100. ഇതൊരു ഇക്വേഷനാണ്, ഒരു സമവാക്യമാണ്. നമുക്ക് ഇതിൽ ഇരുവശത്തും 100 ക്യാൻസൽ ചെയ്ത് കളയാം, 100 വെട്ടിക്കളയാം. അപ്പോൾ ബാക്കി ഇവിടെ 192 × 12.5 സമം x × 50. 192ഉം 125ഉം ഗുണിക്കുമ്പോൾ നമുക്ക് 24,000 എന്ന് കിട്ടും. അതിൽ ഈ ഒരു ദശാംശ സ്ഥാനം നീക്കുമ്പോൾ ഒരു 0 പോയി 2400 എന്ന് വരും. അപ്പോൾ 192 × 12.5 2400 സമം ഇത് 50x. എക്സ് കാണാൻ 2400നെ 50 കൊണ്ട് ഹരിക്കുക. × 50 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ /150 എന്നാവും. 2400/50 ഒരു 0 വെട്ടിക്കളയാം. 240/5 ഹരിക്കുമ്പോൾ 4×5 = 20, ശിഷ്ടം 4 40, എണ്ണഞ്ച് 40. ഉത്തരം എക്സിൻ്റെ വില 48. 8902 / √x സമം 890.2 ആയാൽ എക്സിൻ്റെ വില എത്ര? ഇതൊരു സമവാക്യമാണ്. ഇതിൽ സമത്തിൻ്റെ ഇടതുവശത്ത് /√x ഉണ്ട്. അത് സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ × √x ആവും. അപ്പോൾ 8902 സമം 890.2 × √x. ഈ സമവാക്യത്തിൽ സമത്തിൻ്റെ വലതുവശത്ത് √xൻ്റെ കൂടെ × 890.2 ഉണ്ട്. അത് സമത്തിൻ്റെ ഇടതുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ / എന്നാവും. അപ്പോൾ √x സമം 8902 / 890.2. ദശാംശ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഛേദത്തിലത്തെ ദശാംശം നമ്മൾ കളയുക. അപ്പോൾ എന്ത് വരും? 8902 എന്നാവും ഛേദം. ഛേദത്തിൽ ഒരു ദശാംശ സ്ഥാനമാണ് കളഞ്ഞത്. ദശാംശം കേട്ട ഒരാൾക്കാണല്ലോ, അപ്പോൾ ഒരു സ്ഥാനം കളഞ്ഞു. അതിന് പകരമായിട്ട് അംശത്തിൽ വലതുവശത്തൊരു 0 ചേർക്കണം. അപ്പോൾ 8902ൻ്റെ കൂടെ വലതുവശത്തൊരു 0 ഇട്ടാൽ 89,020 / 8902. 8902/8902 1 എന്ന് കിട്ടും. പിന്നെ ഇവിടെ അംശത്തിലൊരു 0 ഉണ്ട്, 10 എന്ന് കിട്ടും. അതായത് √x സമം 10. എക്സിൻ്റെ റൂട്ട് 10 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 10ൻ്റെ സ്ക്വയറായ 100 ആയിരിക്കും. എക്സ് 100 ആയല്ലേ √10 കിട്ടുള്ളൂ. ഉത്തരം എക്സ് സമം 100.
എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകൾ ഉണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575 അല്ലെങ്കിൽ 7575 ആയാൽ അവസാന നോട്ടിൻ്റെ നമ്പർ എത്ര? അവസാന നോട്ടിൻ്റെ നമ്പർ കാണാൻ ആദ്യ നോട്ടിൻ്റെ നമ്പറിനോട് കൂടിയിട്ട് നോട്ടുകളുടെ എണ്ണം കൂട്ടുക. അപ്പോൾ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് സ്ഥിരസംഖ്യയായ 1 കുറയ്ക്കുക. ആദ്യ നോട്ടിൻ്റെ നമ്പർ 7575, അതിൻ്റെ കൂടെ നോട്ടുകളുടെ എണ്ണം 60 കൂട്ടുക. 7575ഉം 60ഉം കൂട്ടിയ 7635. അതിന്ന് സ്ഥിരസംഖ്യയായ 1, അതായത് ഇങ്ങനെ വരുന്ന എല്ലാ കണക്കിലും 1 തന്നെയാണ് കുറയ്ക്കേണ്ടത്. 7635 1 കുറച്ച ഉത്തരം 7634. 7634 അവസാന നോട്ടിൻ്റെ നമ്പർ. 28 സെൻറ്റിമീറ്റർ ആരമുള്ള അർദ്ധവൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര? ഇതാണ് വൃത്തം. വൃത്തത്തിൻ്റെ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് കേന്ദ്രം. വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് കേന്ദ്രത്തിലൂടെ മറ്റൊരു ബിന്ദുവിലേക്കുള്ള ദൂരത്തിനാണ് നമ്മൾ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുക. കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്കുള്ള അകലാണ് ആരം അല്ലെങ്കിൽ റേഡിയസ്. അപ്പോൾ ഈ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം. അപ്പോൾ വൃത്തത്തിന് നമ്മൾ സർക്കിൾ എന്ന് പറയും. വൃത്തത്തിൻ്റെ ചുറ്റളവ്, അതായത് സർക്കംഫറൻസ്, ചുറ്റളവിൻ്റെ സൂത്രവാക്യം 2πr ആണ്. വൃത്തത്തിൻ്റെ ചുറ്റളവ് 2πr. ഇനി നമുക്ക് അർദ്ധവൃത്തത്തിൻ്റെ കാര്യം നോക്കാം. അർദ്ധവൃത്തം പറഞ്ഞാൽ വൃത്തത്തിൻ്റെ പകുതിയാണ്, സെമി സർക്കിൾ. ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഈ ഭാഗമുണ്ട്. ഈ ഭാഗം എന്താണ്? വൃത്തത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്താണ്? 2πr. അപ്പോൾ ഈ ഭാഗം എന്തുവരും? ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം അതിൻ്റെ പകുതി πr. പക്ഷേ ഈ ഭാഗം കൂടി വരുന്നുണ്ട്. ഈ ഭാഗം എന്താണ്? ഇത് വ്യാസമാണ്. വ്യാസം പറയണത് ആരത്തിൻ്റെ ഇരട്ടി. അപ്പോൾ ഈ ഭാഗം 2r. അപ്പോൾ ഇതിൻ്റെ ആകെ ചുറ്റളവ് എന്ന് പറയുന്നത് ഇവിടുത്തെ πrഉം പ്ലസ് ഈ വ്യാസവും, അതായത് πr പ്ലസ് 2r. ഇത് 2 ടേംസാണ്, 2 പദങ്ങൾ. നമുക്കിതിൽ രണ്ടിലും കോമൺ ആയിട്ട് r രണ്ടിലും വരുന്നതാണ്. അത് കോമൺ ഫാക്ടർ, പൊതു ഘടകം എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ π പ്ലസ് 2 എന്ന് വരും. ഇനി ആരം നമുക്ക് തന്നിട്ടുണ്ട് 28 സെൻറ്റിമീറ്റർ ആരം. അപ്പോൾ അതിന് വില കൊടുത്തു 28 ഇൻറ്റു പൈയുടെ വില 22/7 പ്ലസ് 2. 28 ഇൻറ്റു ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് 7 കൊണ്ട് 2നെ ഗുണിച്ചു 14. എന്നിട്ട് 22 പ്ലസ് 14 ഹോൾ ഡിവൈഡഡ് ബൈ 7 എന്നെഴുതി. അപ്പോൾ 28 ഇൻറ്റു 22ഉം 14ഉം കൂട്ടിയ 36/7. ഈ 28ഉം 7ഉം ഹരിക്കുമ്പോൾ അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കുമ്പോൾ 4 7 28 4 വരും. 4 ഇൻറ്റു 36 ഉത്തരം 144 സെൻറ്റിമീറ്റർ.